ഹലോ, ഇന്നുണ്ടാക്കാൻ പോകുന്നത് മദേഴ്സ് ഡേ കാർഡാണ് കേട്ടോ. അപ്പോൾ മദേഴ്സ് ഡേ കാർഡിന് വേണ്ടിയിട്ട് ഞാൻ ഈ ക്വില്ലിംഗ് ആർട്ടാണ് തിരഞ്ഞെടുത്തിരിക്കുന്നത്. അപ്പോൾ ഇന്നത്തെ ലെറ്ററിൻ്റെ ക്യൂ ആണ്, അതുകൊണ്ടാണ് ഞാൻ ക്വില്ലിംഗ് ആർട്ട് വെച്ചിട്ട് മദേഴ്സ് ഡേ കാർഡ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചത്. അപ്പോൾ ഇതുപോലെ ഒരു ഹാർട്ട് ഷേപ്പിൽ ഞാൻ A4 ഷീറ്റിൽ വെട്ടിയെടുത്തിട്ട് കാർഡ്ബോർഡിൽ ട്രേസ് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഇതാണ് നമ്മുടെ ക്വില്ലിംഗ് സ്ട്രിപ്സുകൾ. ഒന്നല്ലെങ്കിൽ നമുക്ക് A4 ഷീറ്റ് ഇതുപോലെ കയറി എടുത്താലും മതി. ഇതിൻ്റെ വീതി എന്ന് പറയുന്നത് ഒരു 3 mm ആണ്. നമുക്ക് 5 mm 7 mm ഒക്കെ നമുക്ക് എടുക്കാനായിട്ട് സ്ട്രിപ്സുകൾ റോൾ ചെയ്തെടുക്കാനുള്ള ടൂളാണ് എൻ്റെ കയ്യിലുള്ള സാധനം. അപ്പോൾ ഇത് നമുക്ക് വാങ്ങാനായിട്ട് കിട്ടും. ഒന്നില്ലെങ്കിൽ നമുക്കിത് പാക്ക് പോലെ കിട്ടും, അല്ലെങ്കിൽ നമുക്ക് സെപ്പറേറ്റ് വാങ്ങാനായിട്ടും കിട്ടും. അപ്പോൾ ഇതുപോലെ ഇതിൻ്റെ ഉള്ളിൽ ഒരു ചെറിയ ഗ്യാപ്പിൽ നമ്മൾ ഈ സ്ട്രിപ്പ് വെച്ച് റോൾ ചെയ്ത് കൊടുത്ത് ഇതുപോലെ നമുക്ക് പല ഷേപ്പുകളും ഇതുപോലെ ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. ഞാൻ റൗണ്ട് ഷേപ്പാണ് എടുത്തിട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് ലൂസാക്കി കൊടുത്തിട്ടുണ്ട്. ഇതുപോലത്തെ പല ഷേപ്പിൽ പല കളേഴ്സിൽ ഞാൻ ഇതുപോലെ റോൾ ചെയ്ത് എടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. പിന്നെ ഈ റോൾ ചെയ്ത് വെച്ചിട്ടുള്ള എല്ലാ കളേഴ്സും പല ഷെയ്ഡുകളും ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നു. ഡാർക്ക് ഷെയ്ഡും ലൈറ്റ് ഷെയ്ഡും എല്ലാം എടുത്തിട്ടുണ്ടായിരുന്നു. ഇതെല്ലാം കൂടി ഈ കാർഡ്ബോർഡ് പീസിൽ ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ ശരിക്കും കാണാനായിട്ട്. കാരണം പല കളേഴ്സ് ആയതുകൊണ്ടായിരിക്കാം. ഞാൻ ആദ്യം റെഡ് മാത്രം വെച്ച് ചെയ്താൽ മതിയോ എന്ന് വിചാരിച്ചു. പിന്നെ എല്ലാവരും ഇതുപോലെ ചെയ്യുന്നത് കണ്ടപ്പോൾ ഡിഫറെൻറ്റ് ഷെയ്ഡുകൾ എടുത്ത് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ കാർഡ്ബോർഡ് പീസ് അതിനൊരു നല്ല കളർഫുള്ളായിരിക്കും എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ ആ കാർഡ്ബോർഡ് പീസ് എടുത്ത് ചെയ്തിട്ടുള്ളത്. പിന്നെ ഹാപ്പി മദേഴ്സ് ഡേ ഒരു A4 ഷീറ്റിൽ എഴുതി ഇതുപോലെ വെട്ടിയെടുത്ത് ഒട്ടിച്ച് കൊടുക്കുകയാണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ നല്ല കളർഫുൾ ആയിട്ടുള്ള ഒരു മദേഴ്സ് ഡേ കാർഡാണ്. അപ്പോൾ എന്തായാലും ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്